പ്രത്യേകമായ കാവൽ, റബ്ബിൽ നിന്നുള്ള പ്രത്യേകമായ ബറക്കത്ത് അത് ലഭിക്കാനുള്ള വഴി ജീവിതത്തിൽ അള്ളാഹിനെ സൂക്ഷിക്കുക. അതാണ് ഇഹ്ഫദില്ലാഹ യഹ്ഫദുക. നീ റബ്ബിനെ സൂക്ഷിക്കുക എങ്കിൽ അള്ളാഹു നിനക്ക് സംരക്ഷണം നൽകും. മാത്രവുമല്ല ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക. ഇഹ്ഫദില്ലാ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ തജിദുഹു, നിനക്കവനെ കണ്ടെത്താം, തുജാഹക, നിന്റെ മുന്നിൽ, നിനക്ക് നേരെ നിനക്കവനെ കണ്ടെത്താം. തുജാഹ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് നേരെ, അതായത് തുജാഹ, അതിന് നേരെ ചെന്നു, ഒന്നിന് നേരെ നമ്മൾ ചെല്ലുന്ന ടുവേഡ്സ് എന്ന് ഉപയോഗിക്കുന്ന അതാണ് ശരിക്ക് തുജാഹ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. തുജാഹക്ക, നിന്റെ നേരെ മുന്നിൽ നിനക്ക് പടച്ച റബ്ബിനെ കണ്ടെത്താം എന്ന് പറഞ്ഞാൽ നിനക്ക് എപ്പോഴും ഒരു വഴികാട്ടിയായി, നിന്റെ മുന്നിൽ ഒരു കാവലായി, നിനക്ക് എല്ലാത്തിനും നിനക്കൊരു മാർഗദർശിയായി അല്ലാഹു തആല നിനക്ക് കണ്ടെത്താൻ കഴിയും. എപ്പോഴും അല്ലൊരു പ്രത്യേകം യുസ്റാന്നല്ലോ, ഏറ്റവും എളുപ്പമുള്ളതേക്ക് നാം അവന് എളുപ്പമാക്കി കൊടുക്കും എന്ന് പറഞ്ഞ പടച്ച റബ്ബ് എല്ലാത്തിനും ഒരു എളുപ്പമൊരു ഉണ്ടാക്കി കൊടുക്കുക. എല്ലാത്തിനും അല്ലങ്ങനെ ഇടപെട്ടുകൊണ്ട് ചെയ്യുന്ന പോലെ, പടച്ചോ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ, അള്ളാഹു അവൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അവന് വഴി കാണിക്കുന്ന പോലെ എല്ലാ രംഗത്തും റഹ്മാനായ റബ്ബിൻ്റെ ഒരു ഇടപെടൽ ജീവിതത്തിൽ അവന് കാണാൻ കഴിയും എന്നർത്ഥം. എവിടെയും അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതുകൊണ്ട് കുടുങ്ങി എന്ന് പറയേണ്ട ആവശ്യം വരില്ല. തഖ്വ പ്രകാരം ജീവിച്ചുകൊണ്ട് ഞാൻ കുടുങ്ങി എന്നൊക്കെ പറയേണ്ട ആവശ്യം വരൂല. പഠിച്ചോൻ പറഞ്ഞ പ്രകാരം ജീവിച്ചു അവിടെ ആകെ ഇടങ്ങാറായി എന്നൊരാൾക്കും പറയേണ്ടി വരികയില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ഒരാൾ പോകുന്നുവെങ്കിൽ പടച്ച റബ്ബ് അവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവനിങ്ങനെ വഴി കാണിക്കുന്നത് പോലെ, അവനെ സംരക്ഷിക്കുന്ന പോലെ, സഹായിക്കുന്ന പോലെ പടച്ച റബ്ബിനെ അവൻ്റെ മുന്നിൽ അവന് കണ്ടെത്താൻ കഴിയും. തജിദുഹു, നിനക്കവനെ കണ്ടെത്താം. വജദ യജിദു, വജദ യജിദു തജിദു. തജിദ് അത് അമ്രിൻ്റെ ജവാബാണ്. ഇഹ്ഫദില്ലാ, നീ അള്ളാഹിനെ സൂക്ഷിക്കുക എങ്കിൽ തജിദ്, നിനക്ക് കണ്ടെത്താം. ഇപ്പം സൂക്ഷിച്ചാൽ എന്ത്, അതിന് മറുപടിയാണ്. അമ്ര ഫെയില്, നെഹി ഫെയില്, അതിലൊക്കെ ഒരു ജവാബ് വരും. അപ്പം കൽപ്പിക്കുക, ഒരു കാര്യം കൽപ്പിക്കുക, നീ അങ്ങനെ ചെയ്യുക എങ്കിൽ എനിക്ക് എങ്ങനെ ലഭിക്കും, അത് ജവാബ് പറഞ്ഞത്. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക. ഇഹ്ഫദില്ലാ, നീ അള്ളാഹനെ സൂക്ഷിക്കുക എങ്കിൽ എന്താ കിട്ടുക, യഹ്ഫദുക. അതതിൻ്റെ മറുപടിയാണ്, ജവാബാണ്. ആ ജവാബായിട്ട് ഫെയില് മുതാരി വരികയാണെങ്കിൽ അതിന് അവസാനം സുക്കൂനായി മാറും. അതാണ് യഹ്ഫദ് എന്ന് പറഞ്ഞത്. യഹ്ഫദില്ലാഹ യഹ്ഫദുക എന്നാണല്ലോ. ശരിക്കും വേണ്ടത് എന്താണ്, യഹ്ഫിള യഹ്ഫളു എന്നാണ്. ഹഫിള യഹ്ഫളു. യഹ്ഫദില്ലാഹ എന്നൊരു അമ്ര വന്നു, അതിൻ്റെ ജവാബായിക്കൊണ്ടാണ് ഫെയില് മുതാരി വന്നത്. അപ്പം ഈ ലൊമ്മ മാറിയിട്ട് ഇവിടെ സുക്കൂനായി മാറും. അല്ലെങ്കിൽ സുക്കൂൻ്റെ സ്ഥാനത്ത് എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുക്കും. ചില ഫെയില് സുക്കൂൻ കൊടുക്കില്ല. അപ്പം സുക്കൂന് പകരം എന്താണോ കൊടുക്കേണ്ടത് അതവിടെ നൽകും. അടുത്തത് തന്നെ ഇഹ്ഫദില്ലാഹ തജിദ്ഹു, തജിദ്, തജിദ്. വജദ യജിദു, വജദ യജിദു തജിദു, വജദ യജിദു തജിദു. പക്ഷെ അവിടെ എന്തായി മാറി, തജിദ്, എങ്കിൽ നിനക്ക് അവനെ കണ്ടെത്താം എന്നർത്ഥം. യഹ്ഫദില്ലാ, നീ അള്ളാഹനെ സൂക്ഷിക്കുക എങ്കിൽ യഹ്ഫദുക, അവൻ നിന്നെ സംരക്ഷിക്കും. യഹ്ഫദില്ലാ, നീ അള്ളാഹനെ സൂക്ഷിക്കുക എങ്കിൽ തജിദ്, നിനക്ക് കണ്ടെത്താം, ഹു, അവനെ, തുജാഹക, നിന്റെ മുന്നിൽ. അതാണ് ആ ഒരു പ്രയോഗത്തിൻ്റെ ശൈലി. അതുകൊണ്ട് അവിടെ സുക്കൂന് വന്നത്. യഹ്ഫദ് എന്നും തജിദ് എന്നും സുക്കൂന് വരാൻ കാരണം അതാണ്.